ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടാ. ഓ പൊളി പൊളി മോനെ. പിന്നെ റോൾസ് റോയ ഗാരേജുകാർക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ. വണ്ടി പ്രാന്തുള്ളവർക്ക് ഇത് കണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടും. ടയർ വർക്കിംഗ് ആവും. ഡാൻസിങ് ഗിത്താർ, വാവ്, ഒറിജിനൽ പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള ഒറിജിനൽ ഡ്രോൺ. വണ്ടി പ്രാന്തന്മാർക്ക് എല്ലാ തരം വണ്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. സൗണ്ട് വ്യത്യാസമുണ്ട്. ഓ ഇത് അടിപൊളി. അതിന്റെ ഈ സൈഡ് അതിന്റെ സാമ്പിൾ പീസ് വർക്കിംഗ് ആവൂലേ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിന്നിട്ട് നമുക്ക് കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാം. കാരണം കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. എന്തിന്റെ ടോയ്സിന്റെ ടോപ്പ് എല്ലാം A1 ക്വാളിറ്റിയിലുള്ളത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ആ കാണുന്നതാണ് പുതിയ മാർക്കറ്റ്. പുതിയ മാർക്കറ്റിന്റെ അവിടെ തന്നെ നമുക്ക് ഈ ഒരു റോഡിനെ പറയുന്നത് മുസ്ലിം റോഡ് എന്നാണ് പറയുന്നത്, മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുടെ പേര്, മിൽട്ടൺ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് കാണാം അവിടെ. അപ്പൊ അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയാനായിട്ട് A to Z ട്രേഡേഴ്സ്. യെസ്, ഫുൾ ടോയ്സിന്റെ കളക്ഷൻസ്. അപ്പൊ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവർക്കും കളിക്കാനുള്ള ഐറ്റംസ് ഇവിടെയുണ്ട്. വരും. കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരാളാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കണത്. അടിപൊളി. എന്തോരം വലിയ വലിയ വണ്ടികളൊക്കെയാ. പിന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്നുണ്ട്. അതും കൂടി കാണിച്ചിട്ട് നമുക്ക് എന്താ സംഭവം എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇവിടെ പാക്കിംഗ്, ഇതിപ്പോ 2 പാക്കിംഗ് പോയിട്ടുണ്ട്. ഇതിപ്പോ ഒരു പാക്കിംഗ് ഇവിടുത്തെ ഓണറാണ്. ओनर कैसे हो? बस बढ़िया मैम। बढ़िया। क्या चल रहा है? कहाँ पे पैकिंग कर रहे हैं? बाहरगांव का ऑर्डर है, उसके लिए पैकिंग कर रहे हैं। पैकिंग कर रहे हैं। अപ്പൊ ഇത് ഫുൾ पैकिंग पैकिंग हो गया। वैसे यहाँ पे क्या क्या मिल रहा है? सब बच्चे बन रहे हैं, टॉयज मिलेंगे। और ये क्या सब बच्चे है क्या? ये इधर आके बच्चे हो जाते हैं। അതാണ്. वैसे आपका नाम? पर्वत सिंह। तो मैं कुछ वीडियो में दिखाती हूँ. അപ്പൊ എല്ലാവരും ഇവിടെ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും ആരെങ്കിലും ഒക്കെ ഒന്ന് കിട്ടണം. കാരണം ഇത് വലിയൊരു ഷോപ്പാണ്. ഫുൾ ടോയ്സിന്റെ കളക്ഷൻസ്. अब भी बच्चे बन गए, अभी थोड़ा बड़ा बन जाते हैं हम लोग. बच्चे के लिए कुछ दिखाते हैं. ये माइक में रख रही हूँ. वैसे आपका कौन सा गाड़ी था? लॉरी. ये पीछे, हाँ जा रहा है पीछे. अरे आगे जा रहा है. लेफ्ट राइट आओ, लेफ्ट राइट आओ. സിംഗിൾ എവിടെ താൾ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ റൗണ്ട് ആവും. ഇത് റൗണ്ട് ആവോ? ഓട്ടോമാറ്റിക് റൗണ്ട് ആവും. ഓ റൗണ്ട് ആവും, പൊന്തൂല്ലേ. ലോഡ് അൺലോഡ് ആവും. അൺലോഡ് ആവും. ശരിക്കും ഒറിജിനൽ ഉള്ളതുപോലെ തന്നെ സെയിം വണ്ടിയാണ്. സെയിം അതേപോലെ തന്നെ. അതിന് ചെറുത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ. 1-2 പീസ് അല്ല, നമ്മൾ ബൾക്കായിട്ട് എടുക്കണം. നമുക്ക് ടോയ്സിന്റെ ഒരു കട ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഷോപ്പ്. എന്ന് വെച്ചാൽ റീറ്റെയിൽക്കാർ എവിടെ നിന്നൊക്കെ മേടിക്കണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അതോ ഇവിടത്തെ എന്താ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരുമോ? എന്താണ് കുട്ടികൾക്ക് കിട്ടാൻ? ഓക്കെ, ഇത് കുറച്ചു നേരം വലിയ വേറെ കുട്ടികൾ കൊണ്ട് കളിപ്പിക്കാം. ഇനി എവിടെ സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. പിന്നെ ഫുള്ള് മെറ്റൽ വണ്ടിയാണ്. ഇതിന്റെ നമ്മുടെ കാർ ഐറ്റംസ്, കാറിന്റെ എല്ലാ തരം കാറുകളുണ്ട്. ഓരോന്നോരോന്ന് പേരില്ലേ. ഇതിന്റെ ആംബുലൻസ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാക്ക് സൈഡില് കാറിന്റെ ഏതാ ഇവിടെ തുറന്നത്? ഇതല്ലേ. ഓക്കെ. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടാ. യോ ഓടിക്കോ. ആംബുലൻസിൽ ആരും കയറരുത്. പക്ഷെ അടിപൊളിയാട്ടോ. ശബ്ദം കേൾക്കാൻ താല്പര്യമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇതൊക്കെ കളിക്കാൻ അടിപൊളി. മെറ്റലിന്റെ ഇതേത് വണ്ടിയാ? ഇത് ഓടിയാണോ? പിന്നെ ഇതിന്റെ 6 ഗേറ്റ് തുറക്കാൻ പറ്റും. ഗേറ്റ് തുറക്കാനും പറ്റും, അടയ്ക്കാൻ. ഫുള്ള് ഗേറ്റ് തുറക്കാൻ പറ്റും. ഓ ഗാരേജുകാർക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ. അടിപൊളി. പിന്നെ ഇതിന്റെ 2 ഗേറ്റ് തുറക്കാൻ പറ്റും. 2 ഗേറ്റ്. ഇവിടെ വെച്ചോ അവിടെ. 2 ഗേറ്റ് അല്ല, 2 ഡോറ്. പൊളി മോനെ. പിന്നെ റോൾസ് റോയ. അതും ബോണറ്റൊക്കെ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും. എല്ലാതും തുറക്കാൻ പറ്റും. സൂപ്പർ. ഡിക്കിയില് സാധനങ്ങൾ വരെ ഇടാന്ന് തിരിച്ചു വെച്ചിട്ട്. പുറത്തേക്ക് വന്നു. അപ്പൊ അത് അടച്ചു വെച്ചോ. അത് ഫിറ്റ് ചെയ്യാനുള്ളതാട്ടോ. അത് ഫിക്സ് സെറ്റ് ആക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വെറുതെ തള്ളി വിടുമ്പോ ഓടുന്ന വണ്ടികളാണല്ലേ ഈ കാണുന്നത് മൊത്തം. നേരെ പോവും. അപ്പൊ ഒരെണ്ണം ഒന്നും എടുത്തു നോക്കില്ല, നമുക്ക് ഇതന്നെ എടുത്തു നോക്കില്ല. ഒന്നൊന്ന് തള്ളിയേ. പോണു വണ്ടി. മുട്ടൂട്ടാ, ഓടിക്കോ.
മെറ്റലാണ് പൊട്ടില്ല. ഇത് മെറ്റലാണ്, പൊട്ടില്ല. യെസ്, ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതൊക്കെ റിമോട്ട് ഇല്ലാത്തതാണ്. ഇനി റിമോട്ട് ഉള്ളതൊക്കെ ഇവിടെ ഇല്ല, ഇത് റിമോട്ട് ഇല്ലാത്തതാണ്. ഇതും റിമോട്ട് ഇല്ലാത്തതാ. ശരിക്കും അത് സാമ്പിൾ വെച്ചിരിക്കുന്നത്. ഇതിന്റെ സാമ്പിൾ വെച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ പാക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാക്കിംഗ് വരുന്നത്. ഇത് നമ്മൾ അവിടെ കണ്ട വണ്ടി മാത്രമല്ല, ചെറിയ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഈ വണ്ടികളുടെ പേരുകളൊക്കെ ഉണ്ടാ? ഇതിന്റെ പേരറിയില്ല. എന്നാലും വണ്ടി പ്രാന്തന്മാർക്ക് എല്ലാ തരം വണ്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടൂട്ടോ. ഈവൻ ബൈക്ക് അടക്കം ഏത് തരം ബൈക്ക് വേണമെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പാക്കിംഗ് അടിപൊളിയാണ്, അതും എനിക്ക് ഇഷ്ടമായി മൊത്തത്തിൽ. അപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് കടക്കാർക്കായാലും കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കടക്കാരാവണമെന്ന് മാത്രം റീറ്റെയിൽ ആയിട്ട് ഇവിടെ കിട്ടില്ല. ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ അത് അടി തൊട്ട് ഫുൾ മെറ്റൽ. ഇതൊക്കെ പാക്കിംഗ് ഇങ്ങനെയാണ്, റോയൽ പാക്കിംഗ് ആണ്. ഇനി അങ്ങനെ അല്ലാത്ത പാക്കിംഗ് ആണ്, ബോഡി PVC ആണ്, ഇതിന് മോലെ ബോക്സ് PVC ആണ്. ഓ, അപ്പൊ ഇതും കാർ തന്നെയല്ലേ? അപ്പൊ ഇതും കാറാണ്, മെറ്റൽ ഉണ്ട്, PVC ഉണ്ട്. ഇതിന്റെ ഇതാകുമ്പോ ഇങ്ങനെ ബൾക്കായിട്ട് ബോക്സിൽ അങ്ങനെ എടുക്കണം. ബോക്സ് എടുക്കാം, സിംഗിൾ പീസ് ആയിട്ട് സിംഗിൾ പീസ് കൊടുക്കാം. പക്ഷെ കടക്കാർക്ക് മാത്രമല്ല, ഹോൾസെയിൽ ആയതുകൊണ്ടാണല്ലേ ആ ഒരു ഇതില്. അപ്പൊ എല്ലാ തരം വെറൈറ്റി കാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് അടിപൊളി പണ്ടത്തെ അല്ലേ? ഇത് നല്ല ഐറ്റമാണ്, നല്ല ഐറ്റം കേട്ടോ, ക്വാളിറ്റി ഉള്ള ഐറ്റം. നോക്കിയേ, കളർ ഉണ്ട്, കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? പക്ഷെ ഇങ്ങനെ ഫുൾ ബോക്സ് ആയിട്ട് തന്നെ എടുക്കണം അല്ലേ? ആ ഫുൾ ബോക്സ് ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമാണ്. അത് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് എടുക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ അവൈലബിൾ ആണ്. JCB ചെറുത് തൊട്ട് വലുത് വരെ. നമ്മള് വലുത് അവിടെ ഓടിച്ചോണ്ടിരിക്കണ്ടായിരുന്നത്. ആ വലുതാണ് ദയാ കാണുന്നത്. അതന്നെ ദയാ വലുത് JCB, ഏറ്റവും വലുത് ദയ കൊണ്ടുവരുന്നു. അതിന്റെ സാമ്പിൾ പീസ്. യെസ്, ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ 6 മാസം തൊട്ട് 60 വയസ്സ് വരെ ഇവിടെ കളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അവർക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡ് എന്താ? റിമോട്ടുള്ള കാറ്. ഇത് ഫുൾ റിമോട്ട്. നേരത്തെ കണ്ടത് റിമോട്ട് ഇല്ലാത്ത. ഇത് ഫുൾ ഈ കാണുന്ന സെക്ഷൻ മൊത്തം റിമോട്ടില് ഓടിക്കുന്ന കാർ. അപ്പൊ ചാർജബിൾ ആണ്. ചാർജബിൾ ഇല്ലാത്തതുണ്ട്, ബാറ്ററിയിലുള്ളതുണ്ട്, ചാർജബിൾ ഉള്ള. ഇത് ചാർജബിൾ ആണ്. ബാക്ക് സൈഡ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ശരിക്കും റേറ്റ് പറയുമ്പോൾ 20 രൂപ തൊട്ട് 20,000 രൂപ വരെയുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. കളേഴ്സും ഉണ്ട്. ഇനി എന്താണ് ഐറ്റം വെറൈറ്റി കാണിക്കാനായിട്ട്? ഫസ്റ്റ് പോണ വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഐറ്റം, ഭയങ്കര ഹോട്ട് സെല്ലിംഗ് മൂവിങ് ഐറ്റം. ഇത് പെട്ടെന്ന് സെയിൽ ആവാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പം നമ്മളിപ്പോൾ ലൊക്കേഷൻ നിൽക്കുന്നത് നമ്മൾ എറണാകുളത്താണ് കേട്ടോ. ഒന്നുകൂടി എക്സാക്ട് ഞാൻ ലൊക്കേഷൻ പറയാം. അപ്പോൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോൾസെയിൽ കട ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. എന്തായാലും അടിപൊളിയാണ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു സ്ഥലമാണ്. ഇതുണ്ട് ജീപ്പ് വിത്ത് റിമോട്ടിൽ ഓടിക്കുന്നത്. ആ പിന്നെ അപ്പൊ അടിയിലത്തെ മറക്കണ്ട, അടിയിലത്തെ സംഭവം ഇത് ബേബി വാക്കർ. ഫുൾ ബേബി ഐറ്റംസ് ആണ്. ഇത് ഫുൾ ബേബി ഐറ്റംസ് ആണ്. എന്നുവെച്ചാൽ ചെറിയ 6 മാസം തൊട്ടിട്ടുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. 5 വർഷം ഓടിക്കാൻ പറ്റും. 5 വർഷം വരെ ഓടിക്കാൻ പറ്റും. 5 വർഷം എന്ന് വെച്ചാൽ 5 ഇയേഴ്സ് കുട്ടികൾക്ക് ആവുമ്പോ അത് വരെ ഓടിക്കാൻ പറ്റും. ഇത് അടിപൊളി വണ്ടിയാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ റോക്കി അടിപൊളി അല്ലേ? ഇത് കാണുമ്പോ പക്ഷെ ഓരോന്ന് എടുത്ത് കാണിക്കാനാ ബുദ്ധിമുട്ടാണ്. നമ്മള് ഫുൾ പാക്കിംഗ് അല്ലേ? സിമെന്റ് ഇതൊക്കെ മിക്സ് ചെയ്യണത് അല്ലേ? മിക്സ് ചെയ്യുന്ന ഐറ്റംസ്. ഇതിനെ കൺട്രോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോകണായിട്ട് അതാണോ? ഇല്ല മറ്റേ ഇത് വെറും മറ്റേ ഇത് പെട്ടെന്ന് ഫയർ പെട്ടെന്ന് ഫയർ വരുന്നില്ല. നമ്മൾ ശരിക്കും പുറത്ത് ഒറിജിനൽ റോഡിൽ നടന്ന് കാണുന്ന വണ്ടികളിൽ തന്നെയാണ് കേട്ടോ ഇത് മൊത്തം ചെറിയ വണ്ടികളായിട്ട് കാണിക്കുന്നത്. ഒക്കെ ഒറിജിനൽ പോലെ ഫീലിങ്, ഒറിജിനൽ തന്നെ. പിന്നെ ഇതുണ്ട് മറ്റേ കാർ, സൂപ്പർ കാറുകൾ. ഇത് ഡാൻസിങ് കാറാന്ന് തോന്നുന്നു. ഡാൻസിങ് ഇല്ല, ജീപ്പാണ്. വെറുതെ ജീപ്പ്. ഡാൻസിങ് ഉള്ളതും ഉണ്ട് കേട്ടോ. ഇത് ജീപ്പ്, ഇത് കാറ്. എന്ത് നോർമൽ ആണ്. ഇതിന് സ്പ്രിംഗ് ഇല്ലാത്ത. ഇത് സ്പ്രിംഗ് ഇല്ലാത്ത. സ്പ്രിംഗ് ഉള്ളത് വേറെ വരും. സ്പ്രിംഗ് ഇല്ലാത്ത വേറെ വരും. അപ്പൊ ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഉണ്ട് അതേപോലും. പിന്നെ എവിടെ നോക്കിയാലും മൊത്തം വണ്ടികളാണ്. ഡാൻസിങ് അങ്ങോട്ട് ഡാൻസിങ്. ഇതാണോ ഡാൻസിങ്? ഇതിങ്ങനെ കിടന്നിട്ട് സ്പ്രിംഗ് ലാത്തിലാണ്. ആ ഇവിടെ കണ്ട സ്പ്രിങ് കാണുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെ ഷോക്ക് അബ്സർ വണ്ടിക്ക്, ചെറിയ വണ്ടിക്ക് ഷോക്ക് അബ്സർ. ആ പിന്നെ ഇത് സെയിം ആ ഒരു വണ്ടി.
ഇതെന്തത്? ഇത് നമ്മുടെ സാറ് ഇതും remote തന്നെയല്ലേ? റിമോട്ട് ആണ്. ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണോ? ബാക്ക് സാധാരണ പോലെ. ഞാൻ ഇതിന്റെ വയർ ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിച്ചപ്പോ ഇനിയിപ്പോ വയറില്ല. ഞാൻ വിചാരിച്ചു സ്റ്റിയറിംഗ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ഓടിക്കുന്ന പോലെയാന്ന് വിചാരിച്ചു. എന്തോരം ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇതും റേസിംഗ് കാറിൽ എന്നുവെച്ചാൽ ഓരോന്നും എടുത്ത് നോക്കണേക്കാളും നല്ലത് ഇത് ഫുൾ ഇങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കാസിൽ തന്നെ വെറൈറ്റീസ്. എന്ത് കണ്ണ്? ജീവഗൺ PVC ആണ് റിമോട്ടോ ഒക്കെ മിക്കതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലൊക്കെ ആയിരിക്കും, ഇമ്പോർട്ടഡ് മെറ്റീരിയലൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റാട്ടോ. പിന്നെ ഉള്ളത് ബേബി വോക്കറിന്റെ വേറെയും കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാ ഇത് കുറച്ച് വലിയ ടൈപ്പ്, അത് കുറച്ച് ചെറിയ ടൈപ്പ്, പല മോഡൽസ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ളത് ഏത് വേണേലും വന്ന് ചൂസ് ചെയ്യാം. ഒക്കെ കടക്കാർക്ക് 5 വർഷം ഓടിക്കാൻ പറ്റൂ. ഇതേ 2 വർഷം എങ്ങനെ ലാസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ വെയിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ. ഇത് ഈ ടൈപ്പിന് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 years യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അത് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഇത് കൂടാണ്ട് ഇതെന്താ? ഇത് നമ്മുടെ ഇത് ബൈനോക്കുലർ. ഓ ഇപ്പൊ ഇവിടെ വരുമ്പോ ഞാനും കുട്ടിയായിക്കൊണ്ടിരിക്കുക. വയലൊന്നും വരുന്നില്ല കറക്റ്റ്. വലുതുണ്ട് ചെറുതുണ്ട്. ഇത് വലിയ ഐറ്റം. ഇത് ശരിക്കും ഒറിജിനൽ പോലെ തന്നെയാ? ഒറിജിനൽ ആണ്. ഇങ്ങനെയാണ്. ഇങ്ങനെ അടിപൊളി. എല്ലാരും ഹായ് ഹലോ ഇങ്ങനെയൊക്കെ കാണിക്കട്ടെ. ഇത് വലുത്. ഇത് വലുതാണ്. ഇത് തിരിച്ചിട്ടാണോ? അല്ല, ഇത് തിരിച്ചിങ്ങനെ വെക്കണം. അപ്പൊ കുറച്ച് വലുതായി കാണും. അയ്യോ എൻ്റെ അമ്മ അവിടെ നിന്ന് ആള് ഹായ് കാണിക്കണു, എന്നെ മോത്തേക്ക് അടിക്കണ പോലെ. അടിപൊളി കേട്ടോ. ഇത് ശരിക്കും ഒറിജിനൽ. പക്ഷെ ഇതിന്റെ തന്നെ കളിക്കുന്ന ടൈപ്പും ഉണ്ട് അല്ലേ? കളിക്കാൻ ടൈപ്പ് ഇല്ല. അല്ല ഇത് ഒറിജിനൽ. ഇതിന്റെ കളിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇത് ഒറിജിനൽ കേട്ടോ. 5 മോഡൽ ഉണ്ടോ? ഇതിന്റെ പാക്കിംഗ് ആണ് കേട്ടോ. നല്ല പൗച്ചൊക്കെ വെച്ചിട്ടുള്ള ഫുൾ പാക്കിംഗ്. 5-6 മോഡൽ ഇതിന് തന്നെ വരുന്നുണ്ട്. ഇതിന് മോഡൽ വരാനുണ്ട്. ഓ അടിപൊളി. പിന്നെ ഇതിന്റെ ഹെലികോപ്റ്റർ ക്വാളിറ്റി ഐറ്റം. മൂന്ന് ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ്. ഈ കാണുന്നത് മൊത്തം ഇവിടെ ഇവിടെ ഇതൊരെണ്ണം. പിന്നെ മോളത്ത് വേറെ ഉണ്ട്. ഇതിന്റെ കുറഞ്ഞ ക്വാളിറ്റി വേറെ ഉണ്ട്. ഇതൊരെണ്ണം. പിന്നെ ഇതിന്റെ തൊട്ട് അപ്പുറത്ത് ഇരിക്കുന്നത് ഒരെണ്ണം. അത് എടുത്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അതിന്റെ കറക്റ്റ് ക്വാളിറ്റി. എയർപ്ലെയിൻ. ഹെലികോപ്റ്റർ എയറോപ്ലെയിൻ എന്താ? പിന്നെ അയ്യോ അതിന്റെ വലുത് ഇതായിരിക്കുന്നു. ഈ നേരത്തെ ഞാൻ ഈ പിടിച്ചതിന്റെ വലുതാട്ടോ. അതിന്റെ വലുത്. അപ്പൊ ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ചെറുത് ഇതാണോ? ഇതിന്റെ ചെറുത് വേറെ ഉണ്ട്. ഇനിയുണ്ട്. അങ്ങനെ 3-4 ക്വാളിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ തവള ചാട്ടോ. ഇതൊക്കെ എങ്ങനെയാ ഓടിക്കുക? ഇത് നമ്മൾ സാധാരണ ബാറ്ററി മേലാണ്. ബാറ്ററി ആട്ടോ. ഇത് ഫുൾ ബാറ്ററി മേലാണ്. ബാറ്ററി മേലെ ഓടിപ്പിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന മൊത്തം ബാറ്ററി മേ ഓടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇനി എന്താണ്? ബാറ്ററി ഇല്ലാത്തതുണ്ട്. 5-6 മോഡലാണ് ഈ കാണുന്നത്. ഇത് ബാറ്ററി ഇല്ലാത്തതാണ്. ഇത് ബാറ്ററി ഇല്ലാത്തത്. നല്ല രസമുണ്ടല്ലേ? കണ്ടോ ഒരു ഡിഫറെന്റ് വെറൈറ്റി. നമ്മുടെ സ്പ്രിംഗ് ഇതുണ്ട്. ഓ അങ്ങനെ. പിന്നെ ഇതൊക്കെ ഇത് ക്രേനോ? നമ്മളെ വെറുതെ ബാറ്ററി ഇല്ല. ഇത് വെറുതെ ആക്കിയാൽ മതി അല്ലേ? ഓക്കെ. ഇതൊക്കെ നോക്കിയാൽ വെറുതെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ മതിട്ടാ. ഈ കാണുന്നത് മൊത്തം നടുക്കിലിരിക്കുന്നത് മൊത്തം ബാറ്ററി ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ ഐറ്റംസ്, ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ ഐറ്റംസ്. ഇതിന് തന്നെ ബാറ്ററി ഉള്ളതുണ്ട്, ചാർജബിൾ ബാറ്ററി ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. ചെറിയ ചെറിയ ബാറ്ററി ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഓ നേരത്തെ ആംബുലൻസ് കാണിച്ചു, പോലീസിന് വണ്ടി. അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്യാൻ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ അറിയാട്ടോ, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കണ്ടാ മതി അവർക്ക്. ഓ ഇത് അടിപൊളി ആയിട്ടല്ലേ ഈ സൈഡ്? സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. അതിന്റെ തന്നെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ എന്താണ് വെറൈറ്റീസ്, കുറെ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ആ സൈക്കിൾ കണ്ടില്ലേ, ഒറിജിനൽ ആ സൈക്കിളിന്റെ പാക്കിംഗ് ആണ് അല്ലേ? സൈക്കിൾ ഒറിജിനൽ ആണ്, മെറ്റൽ ആണ്, ഫുൾ മെറ്റലിന്റെ. അതും നമ്മൾ പുറത്തത്തെ സെയിം സൈക്കിളിന്റെ മിനിയേച്ചർ ആണ് കേട്ടോ ഈ ഒരു സൈക്കിൾ. അതിന്റെ മിനിയേച്ചർ സൈക്കിൾ സെയിം ഒറിജിനൽ തന്നെ കേട്ടോ. ഒരു ടയർ വർക്കിംഗ് ആവും.
ഒരു മാറ്റമില്ല. പുറമേ കാണുന്ന സൈക്കിൾ തന്നെ അതിൻ്റെ മിനിയേച്ചർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഷോ പർപ്പസിനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ വണ്ടി പ്രാന്തന്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അവരിങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായി. പിന്നെ ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞില്ലേ 6 മാസം തൊട്ടിട്ടുള്ളത് അവർക്കുള്ളതും ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ ബാറ്ററി ഉള്ളത്. ഇനി എന്താണ് നമുക്ക് കുറച്ച് വെറൈറ്റീസ് കാണിക്കാൻ പറ്റിയത്? ടോയ്സ് ഒക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. പിന്നെ ഇവിടുത്തെ വെറൈറ്റീസ് കാണിക്കാൻ പറ്റിയത് എന്താ? ഇതിന്റെ ബൈക്ക് ഉണ്ട്. പിന്നെ ഇത് ഗൺസ് ഒരുപാട് മോഡൽ ഉണ്ട്. ഗൺ 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 ഇവിടെ 2 ഗണ്ണ് ഇരിക്കണ്ടായിരുന്നു. ഞാൻ കണ്ടു ഗണ്ണ് ഇവിടെ. അടിപൊളി കേട്ടോ. കുറെ മോഡലുണ്ട്. ഗണ്ണിന്റെ കറുപ്പ് മാത്രമല്ല, ഏത് കളർ ഏത് മോഡൽ ഒക്കെ. സൗണ്ട് വ്യത്യാസമുണ്ട്. സൗണ്ട് വ്യത്യാസമുണ്ട്. എനിക്ക് ഇതാ ഇഷ്ടമായത് കേട്ടോ. ഈ ശബ്ദം എനിക്ക് ഇഷ്ടമായത്. അതന്നെ എനിക്ക് ആ ശബ്ദം ഇഷ്ടമായത്. ശരിക്കും ഒറിജിനൽ ഫീലിംഗ് ഉണ്ട് ആ ഒരു ശബ്ദത്തിന്. ഷാർക്ക്. ഈ ഷാർക്ക് വെറുതെ സാമ്പിൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവൂലേ? നോക്കണം. പിന്നെന്താണ്? അതായത് സ്ഥലത്ത് തന്നെ വെച്ചോ. പിന്നെ ഇതെന്താ നല്ല അടിപൊളിയാണല്ലോ. ആന സാധാരണ നമ്മള് കൊറേ എന്താ പറയാ ആനിമൽസിന്റെ ഒക്കെ കാണാറുണ്ട്. ഇതിന്റെ ഞാൻ ഡിസ്പ്ലേ അവിടെ കണ്ടിട്ട് അവിടെ എത്തുമ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു സൂപ്പർ സൂപ്പർ. അയ്യോ ഇതെന്ത്? ഇത് സ്ക്രൂ തുറങ്ങാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് മെക്കാനിക് സിസ്റ്റം പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് മെക്കാനിക് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലുക്ക്. അടിപൊളി. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. മുകളിൽ വെച്ചോ. 5-6 മോഡലുണ്ട്. ഇനി എന്താണ് വേറെ വെറൈറ്റി കാണിക്കാൻ പറ്റിയത് നമുക്ക്? ഹെലികോപ്റ്ററിൽ ചെറിയ കുട്ടികൾക്ക്, നേരത്തെ കണ്ടത് കുറച്ച് വലിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതാ. ഇത് കുറച്ച് ചെറിയ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? സാമ്പിൾ വെച്ചിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ഇത് ഫുൾ ഫ്രഷ് പീസാണ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ തന്നെ കൊടുക്കണ്ട. അത് കാരണം ഇത് പൊട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കണത്. അപ്പൊ ഇത് അവിടെ തന്നെ വെച്ചു. എവിടെയാ റോബോട്ട് കാർ? സാമ്പിൾ കൊണ്ടുവന്നപ്പോഴേക്കും കണ്ടോ. ഇതെങ്ങനെയാ? കറക്കണ ടൈപ്പാ? നമ്മുടെ കാലത്തൊക്കെ കറക്കണ ടൈപ്പായിരുന്നു. ഇപ്പൊ ഒക്കെ ബാറ്ററി ആയി, റിമോട്ടായി, റീചാർജബിൾ ആയി. ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കറങ്ങൂല്ലേ? ഫുൾ വർക്കിംഗ് ആവും. ഈ കണ്ണത് മൊത്തം ഇങ്ങനെ ചക്രം ഇങ്ങനെ കറങ്ങും. എന്റെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഉന്തിലായിരുന്നു. ഇപ്പോഴൊക്കെ കൊറേ മാറ്റം പോവൂല്ലേ? ഓക്കെ, അത് അടിപൊളി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം നമുക്ക്. ഒറിജിനൽ പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള ഒറിജിനൽ ഡ്രോൺ. ശരിക്കും ഏജ് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 14+ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പാക്കിങ് കാര്യങ്ങളൊക്കെ പക്ക സെയിം തന്നെ. ഇതൊന്ന് ഓടിപ്പിച്ച് കാണിച്ചു കൊടുത്താലോ? എന്നെ പിടിച്ചാൽ മതിയില്ലേ? വിടുന്നില്ല പിടിച്ചോ. ഇത് വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോവും. പിന്നെ ഇത് ഇത്ര ഹൈറ്റ് വരയ്ക്കാൻ നമുക്ക് ഓടിക്കാൻ പാടുള്ളൂന്നുണ്ട്. ആഹാ, ഫാനിന്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. നല്ല കാറ്റ്, നല്ല പവർ ഉണ്ട്, നല്ല ശബ്ദം. 4 മോട്ടർ ഉണ്ട് അതില്. ക്വാളിറ്റി അടിപൊളി കേട്ടോ. ഇനി ഇതിന്റെ പാക്കിംഗ് ഒന്ന് കാണാം. അതിന്റെ ബോക്സ്, ആ ബോക്സ് ഒന്ന് എടുത്താൽ ഉള്ളിലത്തെ പൊട്ടിച്ച് കാണിക്കണ്ടേ? ഇതാണ് വർക്കിംഗ് അല്ലേ? ഓഫ് ചെയ്തോ. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇത് ഓഫായി നോക്കുക. അതും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം. ഇതാണ് ഇതിന്റെ ബാറ്ററി. വീണ്ടും ഓണായി. ഈ സൈഡിൽ വെച്ചപ്പോഴേക്കും ഓണായി. ഇത് ബാറ്ററി ഊരിയേ? ഇത് ഊരിയ ഈ ബാക്കിലത്തെ ഈ സംഭവം ഓഫായി. ഇനി ഒന്നുമില്ല, സമാധാനം. ഇനി ഇതിന്റെ പാക്കിംഗ് നോക്കാം നമുക്ക്. ഇതാ പക്ക നമ്മുടെ ഒറിജിനൽ ഡ്രോണിന്റെ പാക്കിംഗ് ഇല്ലേ, അതേപോലത്തെ പാക്കിംഗ് ആണ് കേട്ടോ. ഡബിൾ ബാറ്ററി ഇടണം. പിന്നെ ഇതിന്റെ ആക്സസറീസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും പക്ക ഇതിന്റെ ബാറ്ററി ആണ്. ഇപ്പൊ ഇതിന്റെ 2 ബാറ്ററി ഉണ്ടാവും. 2 ബാറ്ററിയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ബാറ്ററി. ശരിക്കും ക്യാമറ എടുക്കട്ടോ. ഒരു ബാറ്ററി കഴിയുമ്പോ അടുത്ത ബാറ്ററി എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. നോക്കിയാ നമ്മൾ സാധാരണ ഡ്രോൺ യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ബുദ്ധിമുട്ട് മീൻസ് ടൈം എടുക്കൂല. അപ്പൊ അതിന് വേണ്ടിട്ട് എക്സ്ട്രാ ബാറ്ററി വേറെ വെച്ചിട്ടുണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ വലിക്കട്ടെ. ബാറ്ററി വന്നു. ഡുവൽ ബാറ്ററി ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യാൻ. ശരിക്കും മൊബൈൽ ചാർജിങ് യൂസ് ആക്കാൻ പറ്റും. അപ്പൊ ഒറിജിനൽ ഡ്രോൺ തന്നെ കേട്ടോ. പക്ഷെ 14+കാർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒറിജിനൽ എന്ന് പറയാൻ പറ്റില്ല, കളിക്കാനുള്ള ഡ്രോൺ കേട്ടോ. അപ്പൊ ഇതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഫുൾ ഐറ്റംസ് ഇവിടുത്തെ ഉള്ളിൽ തന്നെ വെച്ചോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇത് കൂടാണ്ട് ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത്
ഇത് 4 മോട്ടോർ വർക്കിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ സാധാ റിമോട്ട് ബാറ്ററി ഇല്ലാത്തതാണ് ഇത്. ഓ അപ്പൊ ഇത് ഫാൻ ഫുൾ ഓടും കേട്ടോ. നോക്ക്, ഫാൻ ഈ 4 ഫാനും കറങ്ങൂട്ടോ. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. അപ്പൊ ഇതിന് എന്താ പറയാ, ബാറ്ററി കറണ്ട് കാശ് ചെലവില്ല. ബാറ്ററി തള്ളി വിട്ടാ മതി. ഇവിടെ താ മോനെ പൊളി സാധനം. യെസ്, ശരിക്കും ഇതിക്കൂടെ ഇങ്ങനെ നോക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കുള്ള ലുക്ക് പൊളി. ഇത് വീണാ പോയില്ലേ. അപ്പൊ ഇതുപോലത്തെ ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന്റെ പാക്കിംഗ് കാണാം. ഇതും ഒരു ഗൺ തന്നെയല്ലേ? MK40. ഇത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല. ഫ്രഷ് പാക്കിംഗ് ആട്ടോ പൊട്ടിച്ച് കാണിക്കണേ. യെസ്, ഞാൻ ശരിക്കും ഇപ്പൊ ഒരു കുട്ടിയായിട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോ നമ്മളും കുട്ടിയായി മാറും. ഏ പൊളി പൊളി. പക്ഷേ ഇതൊക്കെ വലിയൊരു യൂസ് ചെയ്യുക. വലിയൊരു മീൻസ് ഒരു ടീനേജുകാർക്ക് കേട്ടോ, കുട്ടികൾക്കൊന്നും കൊടുക്കാണ്ടിരിക്കുക. കാരണം ഇതിൽ ഈ ഉണ്ടയൊക്കെ ഉണ്ട്. കണ്ണിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കണ്ണിലൊക്കെ അപ്പൊ കണ്ണിലൊക്കെ പോയാൽ ബുദ്ധിമുട്ടായോ. അപ്പൊ ഒന്ന് ഇതൊക്കെ ലേസർ ഗണ്ണാണ് അല്ലേ? അടിക്കട്ടെ. ഇതിന്റെ ഉള്ളില് ഐറ്റം ഇല്ല. ലോഡിങ്. ഓ പിടിച്ചേ ഇങ്ങനെ ക്യാമറ. എന്റെ ക്യാമറ മാറ്റിടും. ഈ സാധനം പോയി കഴിഞ്ഞ് പൊട്ടി പോവാത്. കാരണം ആക്ച്വലി ഇങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ. ഇത് അപ്പൊ ലോഡ് ചെയ്തു. യെസ്, അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. ചെറുത് തൊട്ട് വലിയ ഐറ്റംസ് ഗണ്ണിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. പാക്കിംഗ് വൈസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ 1-2 പീസ് അല്ല കേട്ടോ, ഓരോ ഐറ്റത്തിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ്. പിന്നെ ഇതെന്താ ഡ്രം കൊട്ട, ഡ്രം ഉണ്ട്, പിയാനോ ഉണ്ട്, ഗിത്താർ ഉണ്ട്. അങ്ങനെ ആ ഒരു മ്യൂസിക് ഐറ്റംസിൽ അങ്ങനത്തെ മ്യൂസിക്കൽ കാറ്റഗറി അതും ചെറുത് തൊട്ട് വലുത് എല്ലാ തരം ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതെന്താ ലാപ്ടോപ്പാണ് ചെറിയ കുട്ടികൾക്ക്. ലാപ്ടോപ്പ് കുട്ടികൾക്കും. എന്റെ പൊന്നെ, കുട്ടികൾക്ക് ഇതൊന്നും മേടിച്ചു കൊടുത്താൽ പോരാ, അവർക്ക് വലിയ ലാപ്ടോപ്പ് തന്നെ വേണമെന്ന് പറയും. ഇതൊക്കെ കളിക്കണ ടൈപ്പ് ആയിട്ടുള്ളത്. ഓപ്പൺ ചെയ്തോ. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പായി. എന്താല്ലേ, എന്തോരം ഐറ്റംസാ കുട്ടികൾക്ക്. അപ്പൊ ഇത് ലാപ്ടോപ്പ്. ഇനി ഇതെന്താ, കളിക്കാം എന്നാ പഠിക്കാം, അതിന് പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് മാത്സിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്തായാലും കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഈ പ്രായത്തിൽ എനിക്കും അറിയില്ല കേട്ടോ. ഇതൊക്കെ വേണ്ടി വരും നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് നോക്കാം. ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. അപ്പോൾ കളിക്കാം പഠിക്കാം. പിന്നെന്താ ഇതിന്റെ പാക്കിംഗ് എവിടെയാ? അവിടെ. ഇത് വലിയൊരു സാമ്പിൾ പീസ് ആണ് ആക്ച്വലി. ഇതിന്റെ വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്, അങ്ങനെ പല ഇത് അടിപൊളിയായിട്ട് വർക്കിംഗ് ആവൂല. റിമോട്ട് ആണ്, ചാർജബിൾ ആണ്, റിമോട്ട് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ പിടിക്കണം. ഇതിന്റെ ഫുൾ വർക്കിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ മറ്റേ നമ്മളെ മുത്തു തോകൂറുള്ള ജെല്ലി മുത്തു ഇതന്നെ ഇവിടെ ഇങ്ങനെയാണ് മോഡ്. ഇതേപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എന്താ കാറുകൾ ടെസ്ല കാർ. ഇത് ഒരു ഡിഫറെന്റ് കാറാണല്ലോ, ഒരു വെറൈറ്റി. എനിക്ക് കാറിന്റെ ഇങ്ങനെ പേരുകളും ഇതൊന്നും അത്ര എനിക്ക് വണ്ടി പ്രാന്തില്ല. പക്ഷെ വണ്ടി പ്രാന്ത് ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കിട്ടും. സ്പോർട്സ് കാറ് അതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ബബിൾ ഗൺ അല്ലേ? ഇതൊക്കെ ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡ് ആണല്ലേ. പടക്കൊക്കെ മാറ്റി വെക്കാം. പെരുന്നാളൊക്കെ ആകുമ്പോ ഇതുപോലെ മേടിച്ചു കൊടുക്കാം കുട്ടികൾക്ക്. ഇങ്ങനെ ബബിൾസ് വെച്ചിട്ട് ബാറ്ററി വെച്ചാൽ തന്നെ ഇങ്ങനെ വർക്കിംഗ് ആവും. ഇതില് സോപ്പ് വെള്ളം ഇതൊന്നും നിറയ്ക്കണ്ടല്ലേ? ഇല്ല, ഇതിന് താഴത്തെ ബോട്ടിൽ വരും. പിന്നെ ഇതിന് ബാറ്ററി വെക്കണം. ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാറ്ററി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. മറ്റേ ഊതണ്ട അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതുണ്ട് ഇറ്റാച്ചി.
എന്തൊക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. JCB മോഡൽ മറ്റേ ഇത് വരൂല്ലേ, വേറെ വേറെ മോഡൽ വരും. ഇതിന് വലുതാണോ ചെറുതുണ്ട്? ചെറുതുണ്ട്, എല്ലാത്തിലും. ഫോർ എക്സാമ്പിൾ ഇവിടെ വലിയ ഇതിന്റെ വലുത് കാണിച്ചില്ല, നമ്മൾ നേരത്തെ കാണിച്ചു. സെയിം ആണോ? സെയിം, ഓക്കെ. ആ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം വണ്ടി പ്രാന്തുള്ളവർക്ക് ഇത് കണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടും. വണ്ടി ഗൈസ്, യെസ്, വെഹിക്കിൾസിൽ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പിടി കിട്ടും എന്താ സംഭവം എന്നുള്ളത്. ഇഷ്ടമുള്ളത് നമ്മളിങ്ങനെ സാധാരണ നമ്മുടെ വണ്ടി റൂമിൽ, ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോൾ റൂമിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഓരോരോ പീസ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ എന്താ രസമായിട്ട് സിംഗിൾ പീസ് ഉണ്ട്, ഇതിനെ ലൂസ് ആക്കാൻ പറ്റും. ഇത് ഫുൾ ഇത് ഇങ്ങനെ ഓരോരോ പീസാണ് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഒരു പാക്കിംഗ് ആണ്. ഹോൾസെയിൽ ആയതുകൊണ്ട് ഇത് ഫുള്ള് എടുക്കണം, ഇങ്ങനെ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഇതുണ്ട് ബൈക്കിൽ തന്നെ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു ഞാൻ മോഡൽ കാണിച്ചു, ഇത് വേറെ മോഡൽ, വലിയ മോഡൽ കാണിച്ചിട്ടുണ്ട്. വലിയ മോഡൽ നമ്മൾ കാണിച്ചല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇവിടേക്ക് വരുമ്പോൾ ബസ്, കുഞ്ഞു ബസ്, അതിന് കളേഴ്സും ഉണ്ട് കേട്ടോ. ഹോട്ട് വീൽസ് ആണ് ഫുള്ള്. ഇതൊന്ന് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കിയോ, ഫുൾ ഹോട്ട് വീൽസാ. എന്നുവെച്ചാൽ ചെറിയ ചെറിയ വണ്ടികൾ, അതിൽ ബൈക്ക്, കാറ്, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ പെടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ക്യാരം ബോർഡ് വെറൈറ്റി ഉണ്ട്, ചെറിയ 8 സൈസ്, 4 സൈസ് ഉണ്ട്. ക്യാരം ബോർഡിന് 4 സൈസ് വരുന്നുണ്ട്. ഇത് ഏറ്റവും ചെറിയ സൈസ്, അത് തൊട്ട് ഈ വലിയ സൈസ് വരെ. ക്യാരം ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇത് 4-in-1, 5-in-1 പീസ് എന്നൊക്കെ വേണമെങ്കിൽ പാമ്പ് കോണി രണ്ടും യൂസ് ആക്കാൻ പറ്റും. ഇതിന് ബാക്ക് സൈഡിൽ പാമ്പ് കോണി ഉണ്ട്. പാമ്പും കോണി കളിക്കാം, ലുഡോ കളിക്കാം, ക്യാരം കളിക്കാം. ഇത് ചെറുതിലേക്കായി. ഇനി വലിയതെന്ന് പറയുമ്പോൾ ഇതിലൊരു 5-6 തരം വരുന്നുണ്ട് കേട്ടോ. ക്യാരം ബോർഡ് ആയിട്ട് കളിക്കാം, ലുഡോ കളിക്കാം, ചെസ് കളിക്കാം, പാമ്പും കോണി കളിക്കാം. പാമ്പും കോണിയിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ. ഇതിൽ തന്നെ പെൺകുട്ടികൾക്കുള്ള ക്യാരം ബോർഡ് വേറെ വരുന്നുണ്ട്. ഇത് ലുഡോ, പിന്നെ ഇത് 2-in-1 കോംബോ അങ്ങനെ. അപ്പോൾ ക്യാരം ബോർഡായി. ക്യാരം ബോർഡൊക്കെ ഇൻഡോർ ഗെയിംസ് വേറെ വരുന്നുണ്ട്. ഇത് ഫിഷ് ഗെയിമാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ ഗെയിം. ബാറ്ററി ഇല്ലാത്തതാണ് നമ്മുടെ കീ ഐറ്റംസ്. ഓക്കെ, പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഡാർട്ട് ഗെയിം, രണ്ട് ഐറ്റംസ്, 2 സൈസ് വരുന്നുണ്ട്. ഇത് ചെറുത്, അതിന്റെ ഇത് വലുത് കേട്ടോ. 2 ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ കളിച്ചു നടന്നില്ല സംഭവം ഇത്. ഇപ്പൊ ഇതാർക്കും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഇത് വെച്ചിട്ടായിരുന്നു കളിച്ചായിരുന്നത് അല്ലേ ക്യാമറമാൻ? ഇത് ഇങ്ങനെയായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പൊ ബാറ്ററി ആയി, റീചാർജബിൾ ബാറ്ററി ആയി, സാധാ ബാറ്ററി വെച്ചിട്ട് തള്ളണത്, ഉന്തണത് ബൈക്സ്. ഇത് നോർമൽ ആയിട്ടുള്ള ഇതിൽ തന്നെ ക്വാളിറ്റികൾ വരുന്നുണ്ട്. 4-5 തരം ക്വാളിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന സെക്ഷൻ മൊത്തം അസംബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? മെറ്റൽ ആണോ PVC ഉണ്ട്, 2 ടൈപ്പ്. ഇതാണ് മെറ്റൽ ആണോ ഫുൾ. ഇതിങ്ങനെ അസംബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കാർഡ്സിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇങ്ങനെ ബ്രൗഷറിലിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. കുട്ടികൾക്ക് ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയ സംഭവമാണ്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ബൈക്സ് ഉണ്ട്, ഇതൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റും. അതിന്റെ കുറെ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. കുറെ മോഡൽസ് വരുന്നുണ്ട്. ഇതൊരു 2 മോഡൽ എടുത്ത് കാണിച്ചു കൊടുത്താൽ വെച്ചാൽ ഈ കാണുന്ന ഫുൾ ഏരിയ മൊത്തം അസംബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. പിന്നെ അത് ചെസ്സിന്റെ തന്നെ പല മോഡൽസ് എന്ന് വെച്ചാൽ ഇൻഡോർ സെക്ഷൻ, അതുപോലെ തന്നെ ഒരു അസംബിൾ ഏരിയയുടെ സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഇതും ഇൻഡോറിന്റെ പസൽസിന്റെ ബുർജ് ഖലീഫ പസൽസ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെന്താ, ഇപ്പൊ കുട്ടികൾക്ക് പുറമേ കളിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുൾ പസൽസിന്റെ. ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ചെസ് വേണോ, പാമ്പും കോണീര് വേണോ, ലുഡോ വേണോ, അങ്ങനത്തെ സെപ്പറേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം? ചെറിയ കുട്ടികൾ ടെന്റ്. അപ്പൊ കുട്ടികൾക്ക് ഇൻഡോറിന്റെ സെക്ഷൻ ആണ് ഈ ഒരു ഫുൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോയാലോ? ഇതെന്താ? ഇതും അസംബിൾ ചെയ്യാൻ അസംബിൾ ചെയ്യാൻ പറ്റിയതാ. ഇത് അസംബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീൽ, ജെന്റ് വീലോ അങ്ങനെ എന്തൊക്കെ പറയില്ലേ. കുട്ടികളുടെ പ്രായം കഴിഞ്ഞല്ലോ. ഇനി പിന്നെ നമ്മുടെ PVC സീറ്റ് ഐറ്റംസ് ആണ്. ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ കുറച്ച് ഹൈ ക്വാളിറ്റി ആയിരുന്നു. ഇമ്പോർട്ടഡ് ഫാബ്രിക്. ഡോൾസ് ഐറ്റം കാണിക്കാം. ഓക്കെ.
ഡോൾസ് ഐറ്റംസ് മൊത്തം ഈ ഒരു സെക്ഷൻ ഫുള്ള് വരുന്നത്. ഇത് ഡോൾസ് ആണോ ക്വാളിറ്റി ഐറ്റം? ഡോളുടെ തന്നെ ചെറിയ ഡോള് തൊട്ട് വലിയ ഡോള് വരുന്നുണ്ട്. അതില് ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇതിൽ തന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റണതുണ്ട്. അങ്ങനെ പല ഇത് കണ്ടോ, ഇത് അതെടുത്താൽ മുകളിലത്തെ വീഴും ഇല്ലേ? ആ കണ്ടോ, ഇത് പല കളേഴ്സ് പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ്. അതിൽ കുറച്ചുകൂടി വലിയ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ചെറിയ ടൈപ്പ് ഉണ്ട്, ഫുൾ ടൈപ്പ് ഉണ്ട്. കുറച്ച് വലിയ ടൈപ്പ് ആണെങ്കിൽ ഇത് വലിയ ടൈപ്പ്. ഇനി അത് സിംഗിൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ടുള്ളത്. സിംഗിൾ വലുത് ചെറുത് ഇതിന്റെ വലുത് ഫുള്ള് വലുത് വേറെ ഉണ്ട്. എത്ര ഹൈറ്റ് വരും? കുറച്ച് വലിയ ടൈപ്പ് വലിയ ടൈപ്പ് ഉണ്ട്. ആ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കടക്കാർക്ക് മാത്രമുള്ള സിംഗിൾ പീസ് ആയിട്ട് ആരും വരുന്നത് ഹോൾസെയിൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ടോയ് ഷോപ്പ് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് എന്താ മേക്കപ്പ് സെറ്റാ? ഓ, പെൺകുട്ടികൾക്കും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, വണ്ടിക്കാരന്മാർക്കല്ല. ഗെയിം പസൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലോക്ക് ഗെയിം. ഇത് കാശ് ഇടുന്നതല്ലേ? കോയിൻസ് ഇടാൻ പറ്റിയത്. എന്നിട്ട് ഇവിടുന്ന് അടിയിൽ നിന്ന് കാശ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക. പിന്നെന്താണോ, പിന്നെ ഇതിന്റെ ഡോൾസിന്റെ ഫുൾ കുറേ ഉണ്ട് കേട്ടോ കാണിക്കാൻ. ഇത് കാണുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ കാണുന്നത് മൊത്തം ഡോൾസ് ഉണ്ട്. അതിന് 4-5 ക്വാളിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അതാണ് എടുത്ത് കാണിക്കാൻ. കുറെ ക്വാളിറ്റീസിന് തന്നെ ഡിഫറെന്റ് ക്വാളിറ്റി വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡും മറന്നു. ഇത് ഈ സൈഡ് എന്താ നമ്മൾ അവിടെ കാണിച്ചത് തന്നെയാ. ആ അതിൽ തന്നെ പിയാനോയിൽ തന്നെ കുറെ ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. കുറെ ടൈപ്പ് വരുന്നുണ്ട്. ഇതൊരു ടൈപ്പ്. ഇതിന്റെ തന്നെ വലുത് വരുന്നുണ്ട്, ചെറുത് വരുന്നുണ്ട്. പിന്നെ 5-6 മോഡൽ വരും. ഇത് കളിക്കണത് നമ്മൾ നേരത്തെ അവിടെ കാണിച്ചത് ഒറിജിനൽ ആയിരുന്നു കേട്ടോ അല്ലെ? കുട്ടികൾക്കൊക്കെ കാണിക്കാൻ പറ്റിയ ഇതിനും വർക്കിംഗ് ആണ്. പക്ഷെ അതിന്റെ അത്രയ്ക്കില്ല, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതല്ലേ. ഡ്രം ചെറുതും വലുതായിട്ട് അത് അസംബിൾ ചെയ്യണം കറക്റ്റ് ആയിട്ട്. എന്നാലും ആ ഒരു ഡ്രം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് ഡ്രം. പിന്നെ ഇതെന്താ? ഇത് നമ്മുടെ സ്പ്രിങ്. പണ്ട് കുറെ കളിച്ച് നടന്നിരുന്നതാ. ഭംഗിക്കൊക്കെ ഇങ്ങനെ. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ചുവപ്പ്, പച്ച, മഞ്ഞ, അങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ വളയായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് കളിക്കുന്ന ഒരു സംഭവം. ഇത് റോബോട്ട്. ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുന്ന റോബോട്ട്. പിന്നെന്താ? ബസ്, ചെറിയ ബസ് നമ്മൾ കണ്ടു ഉള്ളില്. ഓ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫുൾ പാക്കിംഗ് ആണ്. ആക്ച്വലി ഇതുപോലെ ലൈറ്റ് കത്തൂട്ടോ. അപ്പൊ ബാറ്ററി മേലെ ഓടുന്നതാണ്. ഇത് റീചാർജബിൾ ആയിരിക്കും അല്ലേ? റീചാർജബിൾ ഇല്ല, സാധാ ബാറ്ററി പെൻസിൽ ബാറ്ററി ഇതാണോ അതുപോലെ. ഓക്കെ, ഇത് മറ്റേ ഡാൻസിങ് ആണ്, ഫുള്ള് റോട്ടിങ് ആവുക. വണ്ടി പോകും ഫുൾ ഇങ്ങനെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവുന്ന സംഭവമാണ് കേട്ടോ ഈ ഒരു കാറ്. 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവുന്ന കാർ. ഇതെന്താ? റേസിംഗ് കാറാണ്. സാധാ ബാറ്ററി ഉള്ള ഐറ്റംസ് ആണ്. സാധാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ പെൻസിൽ ബാറ്ററി വരൂല്ലേ? അതെ. ഇത് ഇങ്ങനെ കേട്ടോ. ഇതിന് ഉള്ളിൽ മറ്റേ ബാറ്ററി വെക്കും, പിന്നെ സ്വിച്ച് ഓൺ ആക്കും. ഇതിന് ഓട്ടോമാറ്റിക് ഇത് ഫുൾ ഇങ്ങനെ റൗണ്ട് എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ സാധാരണ കാറ് കാണുന്ന പോലെ തന്നെ അതിന്റെ ഉള്ളിലത്തെ മെക്കാനിക് എഞ്ചിനൊക്കെ പുറത്തേക്ക് കാണുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ എഞ്ചിൻ പുറത്തേക്ക് കാണുന്ന ഒരു കാറ്. ഹൾക്ക് നമ്മളെ സ്പൈഡർമാൻ വരൂലേ? ഇതൊക്കെ നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു സംഭവം തന്നെയാട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ട്. പിന്നെ ഫ്രോഗ്. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഇട്ടാ. നേരത്തെ കണ്ടതിനേക്കാളും ഇത് നോക്കി എന്ത് രസാ, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഒക്കെ ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് കേട്ടോ ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയേ, സൂപ്പർ. ഇതിന്റെ ഇനി സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ആയിട്ട് ഇങ്ങനത്തെ ഉണ്ട്. കുറച്ച് വലിയ ടൈപ്പ് അല്ലേ? വാവ്, കണ്ടോ? ഇതൊക്കെ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി ആ ഒരു ഇതില് പെടുന്നതായിരിക്കും കേട്ടോ. ഇത് രസമാണ് നോക്കിയത് കാണുമ്പോ തന്നെ. ഓ, ഇത് കുട്ടികളുടെ. പിന്നെ ടെലിഫോൺ, നമ്മളെ പഴയ ടൈപ്പ് ടെലിഫോൺ വരൂലേ? പഴയ ടൈപ്പ് മൾട്ടി ഫങ്ഷണൽ ടെലിഫോൺ. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ആയിട്ടുണ്ട്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ കാണുന്നത് മൊത്തം ഡൈനോസർ. പിന്നെ ടോയ്സിന്റെ സെക്ഷനായി ബാഗ്, ട്രോളി ബാഗ്.
കുട്ടികൾക്കുള്ള ട്രോളി ബാഗ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് കസാരിയാവും തോന്നുന്നുണ്ട്. ഇവിടെ അല്ല, ബാഗ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാ അല്ലേ? ട്രോളി ബാഗ് കേട്ടോ. പിന്നെ ഡോക്ടർ സെറ്റ് ഉണ്ട് ഇതിന്റെ സെയിം ഐറ്റംസ്. കുട്ടി ഇത് അടിയിലേക്ക് ആക്കിയത്. ഇത് ആൺകുട്ടികൾക്കുള്ളത്. ഇനി പെൺകുട്ടികൾക്ക് ട്രോളി ബാഗ് എന്ന് പറഞ്ഞപ്പോൾ ആൺകുട്ടികൾക്ക് ടേബിൾ. ഇതൊക്കെ അസംബിൾ ചെയ്യണം എന്നാലേ കറക്റ്റ് ആ ഒരു ലുക്കിലേക്ക് വരുള്ളൂ. ഇത് നമ്മുടെ ഗിത്താർ ഡാൻസ് ചെയ്യണം. ഡാൻസിങ് ഗിത്താർ. ഇത് എനിക്ക് തുറന്ന് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. തുറന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് തുറന്ന് നോക്കാം. യെസ്. ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്ത് മുന്നിലേക്ക് പോലെ ഡാൻസ് ചെയ്യും. ആ ബാറ്ററി. ഓ വാവ്, പൊളി. ഡാൻസിങ് ഗിത്താർ. വാവ്, പൊളി. ഇത് അടിപൊളിയായിട്ടോ. കുറച്ച് വെറൈറ്റി ആണ്, ഡിഫറെന്റ് ആണ്. ഡാൻസിങ് കാർ. ഡാൻസിങ് കാറല്ല, ഡാൻസിങ് ഗിത്താറ്. ഡാൻസിങ് കാറൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൂപ്പർ. നിർത്തിക്കോ. എന്തായാലും ഇത് പൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആണിത്. മിസ്റ്റർ റോക്ക്. LED ഐറ്റംസ് ആണ്. ലൈറ്റ് ഒക്കെ ഇതില് 2 ബാറ്ററി വെച്ചിട്ടല്ലേ? 3 ബാറ്ററി. ഓക്കെ. ഇതിന്റെ ബോക്സിന്റെ ഇത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോയാലോ? ഇതൊക്കെ എന്താ, ഗണ്ണല്ലേ? ഇത് നമ്മുടെ സാധാരണ ലേസർ തോക്ക, PUBG ഗൺ. ഇത് PUBG ഗൺ. ഓ, നമ്മള് ഇതിലൊക്കെ കളിക്കുന്നത് ടൈപ്പ് സെയിം ലേസർ ഗണ്ണാണ് PUBG തോക്ക. ഒറിജിനൽ അല്ലല്ലോ, നോർമൽ ആണ്. ഓക്കെ. അതിന്റെ പാക്കിംഗ് ആണ് കേട്ടോ ഈ കണ്ടത്. പിന്നെ അത് കൂടാണ്ട് നോർമൽ ആയിട്ടുള്ള ഗണ്ണുണ്ട്. എന്ന് വെച്ചാൽ ഗണ്ണിന്റെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു 10-15 വെറൈറ്റീസ് തന്നെ ഉണ്ട് ഗണ്ണിൽ മാത്രം. അതെ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഗണ്ണ് കണ്ടില്ലേ? ഈ ഒരു ഗണ്ണ് നോക്കിയേ, ഇതും ഒരു ഗണ്ണ് തന്നെയാണ്. ഇവിടുന്ന് കാണാം. ഇതൊരു ഗണ്ണ്. ഇപ്പൊ ഈ കയ്യിലിരിക്കണ ഒരു ഗണ്ണ്, ഇവിടെ ഒരു ഗണ്ണ് ഇരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 10-15-20 വെറൈറ്റീസ് ഗണ്ണിൽ മാത്രം ഇരിക്കുന്നതാണ്. ഹെവി തൊട്ട് എന്താ പറയാ, ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഹെവി ഗൺ വരെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് സാമ്പിളിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഫുൾ ഐറ്റംസ്. ഇതും സാമ്പിളിന് വെച്ചിട്ടുള്ളതാണ്. ലേസറിൽ തന്നെ 2 മോഡൽ ഇപ്പോൾ ഇവിടെ നിലവിൽ കണ്ടുണ്ട്. ലേസറിൽ തന്നെ. പിന്നെ ഇതെന്താ സംഭവം? ഇത് ഫുള്ള് ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എലിഫന്റ് കാണിക്കാന്ന് പറഞ്ഞത്. അതെ, എലിഫന്റ് കേട്ടോ. ഇതിന്റെ ഫുൾ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഫുൾ ബാറ്ററി മോഡുള്ളതാ. സാമ്പിൾ കാണിക്കാൻ കസ്റ്റമർക്ക് സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. അവർക്കുള്ള ഐറ്റംസ് ആണ്. സാമ്പിളിന് വേണ്ടിട്ട്. ഇത് ഫ്രഷ് പീസ് അല്ല. ഫ്രഷ് പീസ് അവിടെ നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. ഇതും സാമ്പിൾ വെച്ചിട്ടുള്ളതാ. ഇത് ഫുൾ സാമ്പിൾസ് ആണ് കേട്ടോ. വാട്ടർ ഗൺസ്, എയർപ്ലെയിൻ, ഫുൾ ഐറ്റംസ് ഉണ്ട്. ഇത് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വാട്ടർ നോർമൽ സാധാ വരൂലേ ഹോളിക്ക് കളിക്കാൻ. ഓക്കെ. എയർപ്ലെയിൻ, നോർമൽ എയർപ്ലെയിൻ. അതിന്റെ തന്നെ പറക്കണ മോഡൽ എവിടെ ഉണ്ടായിരുന്നല്ലോ? അതെവിടെ എയർപ്ലെയിൻ? പ്ലെയിൻ. പിന്നെ ബാറ്ററി ഉള്ള ഐറ്റംസ്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ പറക്കണത്, പ്ലെയിൻ, ഹെലികോപ്റ്റർ, പ്ലെയിൻ അങ്ങോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും പറക്കോ? താളത്തെ ഓടിക്കും. നിലത്ത് ഓടണത്. ഓക്കെ, നിലത്ത് ഓടണത് കേട്ടോ. ഇനി പറക്കണ സാധനം ഉണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരട്ടെ. പറക്കണ സാധനം ഒന്ന് നോക്കിയിട്ട് വരട്ടെ. യെസ്, ചെറുത് തൊട്ട് വലിയ ഹെലികോപ്റ്റർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അതും പറക്കണ ഹെലികോപ്റ്റർ. മുട്ടി പിടിച്ചേ, സൂപ്പർ. അപ്പൊ ഇതുപോലെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുക്കുക, കളിച്ചങ്ങനെ നശിപ്പിക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം റേറ്റും ഇല്ല കേട്ടോ, ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടാം. അപ്പൊ ഇതായി ഹെലികോപ്റ്റർ പറക്കണ. ഇത് ബാറ്ററി മേലല്ലേ? 6 ബാറ്ററി വെക്കണം കേട്ടോ. അപ്പൊ ബാറ്ററി വെക്കണമെന്നുണ്ട്, വെക്കാത്തതുണ്ട്. ഇത് ചാർജ് ചെയ്യും വേണം. ഇത് ചാർജ് ചെയ്യണം, ഇത് ബാറ്ററിയിൽ ചാർജ് ചെയ്യണം. അങ്ങനെ രണ്ടും ചാർജ് ചെയ്താലാണ് ഇത് ഓടുള്ളൂ. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഒരു സെക്ഷനും കൂടി കവർ ചെയ്യാനുണ്ട്. നമുക്ക് ആ ഒരു സെക്ഷനും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കാരണം കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കാണിച്ച് തീരൂല, അത് വേറെ കേസ്. ഇനി ഇപ്പുറത്തെ ഒരു സൈഡും കൂടി ഉണ്ട് കേട്ടോ. സീറ്റ് ഐറ്റംസ്. എന്താ ഐറ്റംസ്? സീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാ
നമ്മുടെ ഇതിന് ഗൺസ് ഐറ്റം, കാർ ഐറ്റംസ്, കിച്ചൺ സെറ്റ്, നോർമൽ ആയിട്ടുള്ളത്. താക്കോല് കൊടുക്ക്, വണ്ടിയുടെ താക്കോല് കൊടുക്കുക. ഇനി ഇത് എന്താണ് സീറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർ ഐറ്റംസ്, കിച്ചൺ സെറ്റ്, റിംഗ് ഐറ്റംസ്, നോർമൽ ആയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഇതിൽ വരുന്നത് ബോർഡ് ടൈപ്പ് വരുന്നത്, ബോർഡ് ടൈപ്പ്. മറ്റേത് റോയൽ പാക്കിംഗ് വേറെ ഉണ്ട്, ഇത് ബോർഡ് ടൈപ്പ് വരുന്നത്. ഇതിന്റെ പിന്നെ മറ്റേ അമ്പ് വില്ലും. പിന്നെ ഇതെന്താ ഐസ്ക്രീം, പിസ്സ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കാറുകളുടെ പാഡ് ആയിട്ടുള്ള വരുന്നത് കേട്ടോ ഇത്. ഇങ്ങനെ പിന്നെ ഇതിന്റെ കിച്ചൺ സെറ്റുകൾ. ഇതിന്റെ തന്നെ നല്ല ഐറ്റംസ് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടി പാക്കിംഗ് നല്ല റോയൽ ആയിട്ട് വരുന്നുണ്ട്. ഗിഫ്റ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയല്ലേ. കിച്ചൺ ഐറ്റംസ്, ഡോക്ടറിന് കൊടുക്കുന്ന ഐറ്റംസ്, പിന്നെ ഗണ്ണ് നേരത്തെ പറഞ്ഞില്ലേ അതിൽ തന്നെ എന്തോരം തോക്ക്. പിന്നെ ടെന്നീസ് കളിക്കുന്നത് ഇതിന് വലുതുണ്ട്. ഇതിന്റെ പല മോഡൽസ് വരുന്നുണ്ട്. പുതിയ മോഡൽ 5-6 മോഡൽ ഉണ്ട്. 5-6 മോഡൽ ഇതിന്റെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതായി. പിന്നെ വലിയ വണ്ടി ഉണ്ട്. ഇത് നോർമൽ വണ്ടിയാണ്, സാധാ വലിയ വണ്ടി. വെറുതെ ഇങ്ങനെ ഉന്തണ വണ്ടി, ഉന്ത് തള്ളു 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 വണ്ടി. ഇതിന്റെ തന്നെ കുറച്ച് നമ്മൾ നല്ല പാക്കിംഗ് ആയിട്ടുള്ളത് കണ്ടത്. അതിന്റെ തന്നെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ്, ക്വാളിറ്റി കൂടിയ ടൈപ്പ്. ഇതില് ബാറ്ററി ഇല്ലാത്ത ടൈപ്പ് എന്ന് വെച്ചാൽ എല്ലാത്തിലും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലോ ക്വാളിറ്റി തൊട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി. ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിന്റെ ലോ ക്വാളിറ്റിയാണ് പറഞ്ഞത്, അല്ലാണ്ട് മൊത്തത്തിൽ ലോ ക്വാളിറ്റി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ കുട്ടികൾ നമ്മുടെ കള ഐറ്റംസ്, പെൻസിൽ, ബോക്സ്, കളർ പെൻസിൽ, കട്ടർ, റബ്ബർ, അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. പിന്നെ ഇതിന്റെ കിച്ചൺ സെറ്റ് വലുത്, വലിയ കിച്ചൺ സെറ്റ്. ഇതെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഇരിക്കുന്ന ഐറ്റംസ് മൊത്തം ഈ ബോർഡ് ഐറ്റംസ് ആണ്. പാക്കിംഗ് ഐറ്റംസ് എന്ന് വെച്ചാൽ ബോക്സ് പാക്കിംഗ് ഒക്കെ ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡ്. അങ്ങനെയാണ് ഈ ക്വാളിറ്റിയിലെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രൈസിന് വ്യത്യാസം വരും. ഇത് കളർ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്. കിച്ചൺ സെറ്റ്, പീസ് ഗെയിം, ബുക്സ് ഐറ്റംസ്. ഇതെന്താ കിച്ചൺ സെറ്റ് ഇപ്പൊ കാണിച്ചത് സെയിം തന്നെ. പിന്നെ എന്താ, പിന്നെ ഇതിന്റെ കിൽക്ക, കുഞ്ഞ കുട്ടികൾക്കുള്ളത്. ഇതൊരു ബോർഡ് ഇങ്ങനെ ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചു. അത് ഇതന്നെ പെയിന്റിംഗ് ബോർഡാണ്, കുഞ്ഞ കുട്ടികൾക്കുള്ളത്. പിന്നെ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഇത് പൗച്ച്, കട്ടർ, റബ്ബർ, വാച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ എടുക്കണം. ബോക്സ് ഐറ്റം വരുന്നുണ്ട്, ബോർഡ് ഐറ്റം വരുന്നുണ്ട്. പിന്നെ ഇതുണ്ട് ABCD മറ്റേ മലയാളത്തെ ഇത് എനിക്ക് അത്യാവശ്യം കേട്ടോ. അതുപോലെ ABCD വരുന്നുണ്ട്, വലിയത് വരുന്നുണ്ട്, അതിന്റെ ചെറുത് വരുന്നുണ്ട്. ഇതുണ്ട് ഇതിന്റെ ചെറുത് നമ്മൾ അവിടെ കണ്ടു കേട്ടോ. ചെറുതുണ്ട് വലുതുണ്ട് കേട്ടോ. ഫിഷ് ഗെയിം ഇത് ബാറ്ററി ഉള്ള ഐറ്റം ആണ്. ഇത് നേരത്തെ കണ്ടത് ബാറ്ററി ഇല്ലാത്തത്. ഇതും ബാറ്ററി ഇല്ലാത്തതാണ്. ഇത് ബാറ്ററി ആണ് ഐറ്റം. ഓക്കെ. അത് പിന്നെ ഡോൾ ഐറ്റംസ്, ചെറിയ പാവ. ഇതിന്റെ നമുക്ക് ബോക്സ് പാക്കിങ്ങിൽ അപ്പുറത്ത് കണ്ടു. ഇതിന്റെ ചെറിയ ടൈപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാക്കിങ്ങിൽ ഇവിടെയാണ് ഈ സൈഡ്. ഈ കാണുന്നത് മൊത്തം ഇത് അനിമൽസ്, റബ്ബർ ഉള്ള ഐറ്റംസ്, നോർമൽ ആയിട്ടുള്ളത്. ക്വാളിറ്റി ഐറ്റംസും നോർമൽ ഉള്ളത്. മറ്റേ ബാറ്ററി ഐറ്റംസ് നമ്മൾ വലിയത് അപ്പുറത്ത് കണ്ടു. അങ്ങനെ കിച്ചൺ സെറ്റ്, പാക്കറ്റ് ഉള്ള കിച്ചൺ വേണോ, സബോള നുറുക്കണോ, ക്യാപ്സിക്കം നുറുക്കണോ, കത്തി അടക്കാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ചോപ്പിംഗ് ബോർഡ്. പിന്നെ കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. കിലക്ക. പക്ഷെ ഇത് ഫുള്ളി ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഒരു പീസായിട്ട് കിട്ടില്ല. കടക്കാർക്ക് മാത്രമേ ഹോൾസെയിലാണ്. അപ്പൊ റീറ്റെയിൽക്കാർ എവിടെ നിന്നൊക്കെ കൊണ്ടുപോകണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടുന്നാണ് കേട്ടോ, എറണാകുളത്ത് നിന്ന്. അപ്പൊ ഡോക്ടർ സെറ്റ് വരുന്നുണ്ട്. കിച്ചന്റെ ഐറ്റംസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പല മോഡൽസ് വരുന്നുണ്ട്. നേരത്തെ കാണിച്ചതിന്റെ വലുത് അനിമലിന്റെ വലുത്, ഇതിന്റെ വലുതും ഉണ്ട്. ഇനി കുഞ്ഞ കാറ് വേണമെങ്കിൽ മോഡൽ കാറുകളുടെ ഇഷ്ടം പോലെ. പിന്നെ ഗണ്ണ് ഇത് തുറന്നു വെച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് ഞാൻ പൊളിക്കും പോലെ. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയി. പെരുന്നാൾക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച്. ആഹാ, ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ കൊടുക്കൂല്ലേ, അല്ലാണ്ട് ഒരു പീസായിട്ട് അങ്ങനെ ഇല്ലല്ലോ.
ഫുള്ള് കസ്റ്റമർ പെട്ടെന്ന് അവിടെ വെറുതെ കുറച്ച് 2-3 ഐറ്റം കൊടുക്കാം കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഹോൾസെയിൽ വില കുറച്ച് ഡിഫറെന്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് കിച്ചൺ ഐറ്റംസാ അല്ല, ഇത് മെഡിക്കൽ ഐറ്റംസ്. മെഡിക്കലാണ് കേട്ടോ ആക്ച്വലി. ഇത് ബ്രഷ് ഉണ്ട്, പിന്നെ ഗുളിക ടാബ്ലറ്റ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, കത്രിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിയ ഐറ്റംസ്. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ സോഫ്റ്റ് ടോയ്സ് കുറവാണ്, കൂടുതൽ ഇവിടെ ഹാർഡ് ടോയ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോഫ്റ്റ് ടോയ്സ് ഇപ്പം ഇത് കണ്ടപ്പോൾ എടുത്തത് അത് ഇത് കളിക്കണം. ഇത് സൗണ്ട് വരും, സൗണ്ട് വരില്ല. വെൽത് നമ്മുടെ ബാറ്ററി ചാർജിങ് ആണ്. ബാറ്ററി വെക്കണമില്ല, ഇതിൽ ബാറ്ററി വെക്കണം. ഇതിന് ബാറ്ററി ഉണ്ട്, ഇതിന്റെ ബാറ്ററി വെക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് സോഫ്റ്റ് ടോയ്സ് എന്ന് പെടുത്താൻ പറ്റില്ല, ഇങ്ങനത്തെ ടോയ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഇഷ്ടംപോലെ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് പറയാം, വാ നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കസ്റ്റമേഴ്സിൻ്റെ തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, ഇത് റീറ്റെയിൽ അല്ല, ഹോൾസെയിലാണ്. ബൾക്കായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഷോപ്പ് ടോയിൻ്റെ ഷോപ്പുള്ള കടക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എറണാകുളത്താണ്, കേരളത്തിൽ എറണാകുളത്ത് ലൊക്കേഷൻ മുസ്ലിം എസ്റ്റേറ്റ്. എവിടെ? എറണാകുളം മുസ്ലിം സ്ട്രീറ്റ് ആണ് സ്ട്രീറ്റിന്റെ പേര്, റോഡിന്റെ പേര്. പിന്നെ മിൽട്ടൺ റെസിഡൻസി എന്ന് പറഞ്ഞൊരു തൊട്ടടുത്തുണ്ട്, അതിന്റെ അടുത്തായിട്ട് വരും. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ന്യൂ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ജ്യൂസ് കോർണർ എന്നൊക്കെ പറയും, അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ കടയുടെ പേര് വരുന്നത് A to Z ട്രേഡേഴ്സ്. ഇത് ചിരിച്ചൊന്ന് കണ്ടോ, ഒന്ന് ചിരിച്ചിടോ. സമാധാന വീഡിയോ അവസാനിപ്പിക്കെങ്കിലും ഒന്ന് ചിരിച്ചെങ്കിലും കണ്ടല്ലോ. അതപ്പോൾ ഓണേഴ്സിനോടും എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.